ഇപ്പം പാർലമെൻറ്റിൽ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് ഹർഷകുമാർ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു മികവല്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എനിക്ക് നൽകിയ ധൈര്യവും തൻ്റെ ഇടവുമാണ് ഒരുപക്ഷെ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് മോഡിയെയും അമിത്ഷയെയും നോക്കി നിങ്ങളുടെ നല്ല രാമൻ, നിങ്ങൾക്കുള്ളത് നാദു രാമനാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ എനിക്ക് നൽകിയ ആ ദിശാബോധമാണ്, ദൂരക്കാഴ്ചയാണ്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു സമ്മേളനത്തിലാണ് ഞാനിങ്ങനെ പ്രസംഗിച്ചത്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം 400 സീറ്റിന് മേൽ നേടുമെന്ന് BJP അഹങ്കരിച്ചുകൊണ്ട് ആ ഒരു ഹുങ്കിൻ്റെ രഥയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാൻ എഴുന്നേറ്റ് അങ്ങനെ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചിരുന്ന ശേഷം എന്നെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു. വലിയ പ്രധാനപ്പെട്ട, ഈ രാജ്യസഭ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് താപ്പാനകളുള്ള സ്ഥലമാണ്. ഇത് മുൻ പ്രധാനമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, വളരെ അശുക്കളായിട്ടുള്ള ചില ആൾക്കാർ നമ്മളെപ്പോലുള്ള പാവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസ്, നിങ്ങൾ ചെറുപ്പമാണ്, ഒരിക്കലും അങ്ങനെയുള്ള പ്രസംഗങ്ങൾ നടത്തരുത്. ഇവർ അപകടകാരികളാണ്, അവരെന്തും ചെയ്യും. ഒന്ന് മയത്തിൽ സംസാരിക്കണം, അതല്ലെങ്കിൽ അവർ പ്രകോപിതരാകും. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്നും മടിയിൽ കനമില്ല, എന്തും പറയാം. ഞാൻ പ്രതിഫലിപ്പിച്ചത്, പ്രതിദാനം ചെയ്തത് കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ്. കേരളം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അവിടെ അടിവരയിട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇവർ 400 സീറ്റ് കിട്ടുമെന്ന് കൊട്ടിഘോഷിച്ചു. ആ സീറ്റുകളുടെ എണ്ണം 240 കോപ്പുകുത്തി. അങ്ങനെ 240 കൂപ്പുകുത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ പിന്നീട് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഞാനെന്ന് സംസാരിച്ചതിൻ്റെ ചില പ്രതിധ്വനികൾ കോൺഗ്രസ് ബെഞ്ചുകളിൽ നിന്ന് ഉണ്ടായി തുടങ്ങി. എന്താ, അപ്പോഴാണ് അവർക്കൊരു ധൈര്യം വന്നത്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇന്ത്യക്ക് ദിശാബോധം പകരുന്നത് എന്ന് പറയാൻ വേണ്ടി കൂട്ടിയാണ് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചത്. ഇടതുപക്ഷം നിങ്ങളവിടെ പോയിട്ട് എന്താ കാര്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും ചോദിക്കും, ഇപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ ഇവിടെ ഉയരുന്നൊരു സംഭവം, നിങ്ങളവിടെ പോയാൽ നിങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷമൊന്നും കിട്ടില്ല, പിന്നെ കിട്ടിയാലും ചിലപ്പോൾ നിങ്ങൾ മന്ത്രിമാരാകണമെന്നില്ല, അപ്പം നിങ്ങൾ എന്തിന് തിരഞ്ഞെടുക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇടതുപക്ഷമില്ലാത്ത ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കണ്ണു നട്ട് നോക്കിയാൽ മതി. ഇന്ന് ഉത്തരേന്ത്യയിലെ 12 സംസ്ഥാനങ്ങൾ, അതിൽ കർണാടക കൂടി ഞാൻ ഉൾപ്പെടുത്തേണ്ടി വരും, 12 സംസ്ഥാനങ്ങളിൽ നമ്മളൊന്നും ചർച്ച ചെയ്യാത്ത രൂപത്തിൽ അവിടെ മതപരിവർത്തന നിയമങ്ങൾ, നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും വളരെ നിഷ്കളങ്കമാണ് ആ നിയമങ്ങൾ. ഇപ്പോൾ രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം മതപരിവർത്തന നിരോധന നിയമം ഭേദഗതി ചെയ്തു. മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ ആ നിയമങ്ങൾ പരിശോധിച്ച് നോക്കി. ഇന്ന് ഉത്തരേന്ത്യയിൽ ആരെങ്കിലും, ഇപ്പോൾ UP-യിലോ രാജസ്ഥാനിലോ ഛത്തീസ്ഗഡിലോ ആ സംസ്ഥാനങ്ങളിലെ ആരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പെരുന്നാളിൻ്റെ ദിവസം ഒരു ഹിന്ദുവായ ഒരു വ്യക്തിക്ക് ഈദ് മുബാറക്ക് എന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതപരിവർത്തനത്തിന് അവരെ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ള പേരിൽ വേണം അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാപ്പി ക്രിസ്മസ് എന്നൊരു സന്ദേശം വാട്സപ്പിൽ അയച്ചാൽ നാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും. ബറേലി എന്നുള്ള സ്ഥലത്തെ ജില്ലാ ജഡ്ജി അമ്പരപ്പെട്ടു. എന്താ കാരണം? നമ്മളൊക്കെ വിചാരിക്കും ഈ കീഴ്ക്കോടതികൾ മുഴുവൻ ഈ പറയുന്ന പ്രത്യേക സാമൂഹ്യ അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. പക്ഷെ ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളുണ്ട്. ബറേലിയിലെ ജഡ്ജി അമ്പരന്ന് പോയി. 2 പേരെ 6 മാസം ജയിലിലിട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് കാരണം? അവരുടെ വീട്ടിൽ ബൈബിളുണ്ട്. അവരുടെ വീട്ടിൽ ബൈബിളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥം
തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചു എന്നുള്ളൊരു കാരണത്താൽ 2 പേര് ബറേലിയിൽ ജയിലിലായി. അസമില് ഇന്റർഫെയ്ത്ത് ട്രാൻസാക്ഷൻസ് നിരോധിച്ചു, സ്വത്തും വകമാറ്റം. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ കഴിഞ്ഞ ഒരു ചടങ്ങിലും കൂടി സൂചിപ്പിച്ചതാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഹിന്ദുവിന് അദ്ദേഹത്തിന്റെ സ്ഥലം ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ കൈമാറാൻ പറ്റില്ല. ഇത് കേരളത്തിൽ കൊണ്ടുവന്നാൽ എന്തായിരിക്കും വിപത്ത്? അതായത് മതങ്ങൾക്കിടയിൽ, വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ സ്വത്ത് കൈമാറ്റം പോലും നിരോധിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അവസ്ഥ കടന്നുപോയിരിക്കുന്നു. ഒരുപക്ഷെ മലയാളികൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ എപ്പോഴും പറയും. എന്താ കാരണം വെച്ചാൽ ഈ അലോസരങ്ങളൊന്നും അവർ അറിയുന്നില്ല എന്ന് മാത്രമല്ല, പലരും അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ ഉത്തരേന്ത്യയിലെ ഈ ഹിന്ദുത്വ രഥയോട്ടത്തെക്കുറിച്ച് പലപ്പോഴും കുശല സംഭാഷണങ്ങൾ ഞാൻ പറയുമ്പോൾ പലരും നിസ്സംഗത നടിക്കും. എന്താ കാരണം? അവരനുഭവിച്ചിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ എത്രയോ വർഗീയ കലാപത്തിനിടയിലൂടെ ചോരച്ചാലുകൾ ചവിട്ടി മുമ്പോട്ടേക്ക് പോകാൻ നിർബന്ധിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി എന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുജറാത്ത് കലാപത്തിന് ശേഷം, കലാപത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഏതാനും മാധ്യമ പ്രവർത്തകർ അഹമ്മദാബാദിൽ പോയി. ഗാന്ധിനഗറിലോ അഹമ്മദാബാദൊക്കെ സന്ദർശിച്ചു. ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട ഉമ്മ, നമുക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഒരു മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിക്കുന്ന ഒരു വ്യക്തി ഒരു നേരം ഒന്ന് തേങ്ങിപ്പോകും. ആ ഉമ്മ ചുക്കിച്ചുളിഞ്ഞ പ്രായാധിക്യം കൊണ്ട് ആ അമ്മയുടെ മക്കളെയൊക്കെ അവർ ചുട്ടുകൊന്നു. അമ്മ മാത്രം അവശേഷിക്കുന്നു, ആ ഉമ്മ മാത്രം അവശേഷിക്കുന്നു. ആ ഉമ്മ അഭയാർത്ഥി ക്യാമ്പിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വന്നപ്പോൾ ഞങ്ങളോട് അവരുടെ കഥനകഥകൾ പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ആ ഉമ്മ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, മോനെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ മുഖം ദീപ്തമായി. ഉമ്മ പറഞ്ഞു, മോനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക ഇടം കേരളമാണ്. ആ കേരളത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ആ ഉമ്മ ചോദിച്ചു. നോക്കുക, കേരളം കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും തങ്ങളുടെ ജീവന്റെ തുടുപ്പുകൾ നിലനിർത്താൻ കഴിയുന്ന ഒരു ഭൂമിക കേരളം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ അവരെ പോലുള്ള ആൾക്കാർ കേരളത്തെ വിലമതിക്കുമ്പോൾ കേരളത്തിൽ ഒരു സുരക്ഷിതത്തിൽ കഴിയുന്ന ആൾക്കാർ ഇത്രത്തോളം അവരെ വിലമതിക്കുകയോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്.